ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എൻ്റെ ചാനലായ ഹരേ കൃഷ്ണ ചാനലിലേക്ക് എല്ലാവരെയും സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ശുഭദിനം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, അതായത് ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ കൂടെ ഇല്ലാത്ത ആ ഒരു സമയത്ത് നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങളുടെ ലവർ ആവാം, ആരാണെങ്കിലും അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇതെപ്പോൾ കാണുമ്പോഴും അപ്പോൾ തന്നെ നമുക്ക് റെസൊനേറ്റ് ആവുന്നതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും റീഡിങ്ങിലേക്ക് കടക്കാം. എന്താണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ? നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നോക്കാം. എന്താണ് വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ആ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത്രയും കാർഡുകളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു ഹെർമിറ്റ് കാർഡാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അതായത് അവരിപ്പോൾ ഒരു സെൽഫ് റിഫ്ലക്ഷൻ മോഡിലാണെന്നാണ് ഈ ഒരു ഹെർമിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുമായിട്ട് സംസാരിക്കാത്ത ഈ ഒരു കാലയളവ് അവർക്ക് നിശബ്ദമായി ചിന്തിക്കാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നതായിട്ടാണ് ഈ ഒരു രണ്ട് കാർഡ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരൊരു റിഫ്ലക്ഷൻ മോഡിലാണ്. അതുപോലെ നിങ്ങളുമായിട്ട് സംസാരിക്കാത്ത ഈ ഒരു കാലയളവ് അവരെ സംബന്ധിച്ച് അവർക്ക് നിശബ്ദമായിട്ട് ചിന്തിക്കാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നതെന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, ഈ രണ്ട് കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവരുടെ കറണ്ട് എനർജിയാണ് ഈ രണ്ട് കാർഡ് സൂചിപ്പിക്കുന്നത്. കറണ്ട് എനർജിയാണ് ആ ഒരു കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ നിസ്സാരമായി കണ്ട പല കാര്യങ്ങളും ഇപ്പോൾ അവരെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്ന് ഈ ഒരു നിശബ്ദത അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കറൻ്റ്ലി ആ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളില്ലാത്ത ആ ഒരു അവസ്ഥ ആ ഒരു വ്യക്തിയുടെ ഒരു മാനസിക വേദനയിലൂടെയാണ് ആ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യധികം വിഷമിച്ചിരിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. നിങ്ങളുടെ പ്രസൻസ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ടുണ്ടായ പഴയ ഓർമ്മകൾ, ഭൂതകാലത്തുണ്ടായിരുന്ന നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നല്ല മെമ്മറീസ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതവരെ വേദനിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഒരു തെറ്റായ തീരുമാനം എടുത്തതുപോലെ അവർക്കൊരു മാനസിക വേദനയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവരുടെ ഫീലിങ്സ് ഒന്നും ഇപ്പോൾ പുറത്ത് കാണിക്കുന്നില്ല എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു നിശബ്ദതയിലൂടെ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് ഈ ഒരു നിശബ്ദതയിലൂടെ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്രസ് കാർഡാണ്. ഇവിടെ ഈ ഒരു എംപ്രസ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ എംപ്രസ് കാർഡിനെ എടുക്കാം. ഈ ഒരു എംപ്രസ് കാർഡിനെ നമുക്ക് ആ ഒരു പേജ് ഓഫ് കപ്സ് എംപ്രസ് കാർഡ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാർഡുകളായിട്ട് എടുക്കാം. അതായത് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതെ എന്ന് തന്നെയാണ് ഈ രണ്ട് കാർഡുകളും പറയുന്നത്. അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്.
അതായത് മുമ്പ് നിങ്ങളെ അവരൊരു ഓപ്ഷനായിട്ട് കണ്ടിരുന്നവർ പോലും ഇപ്പോൾ നിങ്ങളെ ഒരു പ്രയോറിറ്റിയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു ഓപ്ഷനായിട്ടാണ് പണ്ട് അവർ നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ ഒരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ഒരു കാർഡിലൂടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം, കരുതൽ, നിങ്ങൾ അവർക്ക് നൽകിയ സപ്പോർട്ട് എന്നിവയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ലെന്ന് അവർ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവരിൽ ഉടലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെപ്പോലെ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ഒരു വ്യക്തിക്ക് മറ്റാർക്കും സാധിക്കില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു എംപ്രസ് കാർഡ് നമ്മളെ മനസ്സിലാക്കുന്നത്. അതുപോലെ നിങ്ങളെ നഷ്ടപ്പെടുമോ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടുപോയാൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവരിലുണ്ട്. അതവരെ ഭയങ്കര ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ഒരു മാനസിക വേദന അവർക്കത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ വാല്യൂ ഒരു തിരിച്ചറിയുന്ന ഒരു എംപ്രസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ച ഒരാളാണ്. നിങ്ങൾ അത്രത്തോളം അവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് കൊടുത്ത ഒരാളാണ്. മാനസികമായിട്ട് അത്യന്തം നിങ്ങളുടെ കാര്യങ്ങൾ പോലും മറന്ന് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ. അതായത് നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും സാധിക്കില്ല എന്ന് ആ ഒരു വ്യക്തിയിലൊരു ചിന്ത ഉടലെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ അവർക്ക് ഭയവുമുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടുമോ. കാര്യം വളരെ കാലമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. കുറേ അധികം ഒരു 6 months കൂടുതൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിലായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു കാലം ഇതിങ്ങനെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് അവർക്കൊരു ഭയമുണ്ട്. നമുക്ക് നോക്കാം. ഇനി അടുത്തത് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 8 of Wands, Knight of Swordsമാണ് വന്നിരിക്കുന്നത് അവരുടെ നെക്സ്റ്റ് ആക്ഷനെക്കുറിച്ച്. അതായത് ഇവിടെ മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ, അതായത് ഈ 2 കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു മെസ്സേജോ ഫോൺ കോളോ ആകാം എന്ന് ഒരു കാർഡിലൂടെ മനസ്സിലാക്കുന്നു. തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ തിരുത്താനും വീണ്ടും ഒരു തുടക്കത്തിനും അവർ ആഗ്രഹിക്കുന്നതായിട്ട് ഈ ഒരു കാർഡിലൂടെ, അതായത് നിങ്ങളിലേക്ക് തിരികെ വന്ന് നിങ്ങളുടെ ബന്ധം പഴയതിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു. അതായത് അവരുടെ തെറ്റുകൾ അവർക്ക് പറഞ്ഞ് തിരുത്തണം. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു തുറന്ന സംസാരം അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ ഒരു 2 കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങളുമായിട്ടൊരു വീണ്ടും ഒരു തുടക്കത്തിന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് കേട്ടോ. അതായത് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളെപ്പോലെ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. വേറൊരു ബന്ധത്തിലേക്ക് പോയപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം സ്നേഹിക്കുക എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള അഡ്വൈസ്. നിങ്ങൾ സെൽഫ് ലവിന് പ്രാധാന്യം കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെ സ്നേഹിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നിങ്ങൾ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. പോസിറ്റീവ് എനർജി നിലനിർത്തി മുന്നോട്ട് പോവേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയം. അതായത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരികെ വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനും പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ബന്ധങ്ങളൊക്കെ വളരെ രസകരമായും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേർണി നിങ്ങൾ തമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിന്. ഈ റീഡിങ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നൽകുമെന്ന് ഞാനും കരുതുന്നു. അവർക്ക് നിങ്ങൾ അമൂല്യമായ ഒരു വസ്തുവാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തന്നെ നൽകട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താഴെ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
നിങ്ങൾ ക്ലെയിം ചെയ്യുക. പോസിറ്റീവ് എന്ന് എനർജി ക്ലെയിം ചെയ്യുക. നിങ്ങൾ താഴെ വന്ന് ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നൽകിയെന്ന് ഞാൻ വീണ്ടും കരുതിക്കോട്ടെ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് മുന്നോട്ടുള്ളൊരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വെളിച്ചമാവട്ടെ എൻ്റെ റീഡിംഗ് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഡ്വൈസ് പകരാൻ പറ്റിയതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അതോടൊപ്പം എൻ്റെ ചാനലിലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്യുക. വീണ്ടും നമുക്കൊരു റീഡിങ്ങുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ജീവിതത്തിലെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. അപ്പം വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.